ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമുക്കിന്ന് BFO, അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിലെ കുറച്ച് PYQ ക്വസ്റ്റ്യൻസുകൾ നോക്കാം. അപ്പൊ ഇതിൽ നമുക്ക് വനവുമായിട്ട് റിലേറ്റ് ചെയ്തും അതുകൂടാതെ ആക്ടുകൾ, ഫോറസ്റ്റ് ആക്ടുകളും കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. കാരണം ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ കണ്ടിന്യൂസ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടേക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്കറിയാം എക്സാം ഒക്കെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചുകൂടി എന്താണ് ആ ഒരു പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് എന്ന് പറയുന്ന ഒരു കടമ നമുക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ. ഒത്തിരി ഏരിയാസ് അവിടെ പഠിക്കാനുണ്ട് അല്ലേ? അതായത് വനം, വനസംരക്ഷണം, അതുകൂടാതെ വനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ദേശീയോദ്യാനങ്ങൾ, കേരളത്തിലെയും ഇന്ത്യയിലേക്കൊക്കെ ഒത്തിരി ഏരിയാസ് പഠിക്കാനുണ്ട്. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട ഒരു ഏരിയയാണ് ഫോറസ്റ്റ് ആക്ടുകൾ എന്ന് പറയുന്ന ഒരു ഏരിയ. പിന്നെ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളുക, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് നിങ്ങളുടെ ഈ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ ഇവിടെ വംശനാശം സംഭവിച്ചതായി ഒരു നൂറ്റാണ്ടിലേറെ കരുതപ്പെടുകയും പിൽക്കാലത്ത് ഇവ കേരളത്തിലെ വനമേഖലകളിലും ഉള്ളതായി കണ്ടെത്തിയ ഒരു പക്ഷിയാണ്. ഏതാണ് ആ പക്ഷി എന്നാണ് ചോദിക്കുന്നത്. ചെമ്പന്നത്ത്, ചെങ്കണ്ണി തിത്തിരി, മഞ്ഞക്കണ്ണി തിത്തിരി, മാക്കാച്ചിക്കാട. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? മാക്കാച്ചിക്കാടയാണ്. മാക്കാച്ചിക്കാട്. അതായത് നമുക്ക് വംശനാശം സംഭവിച്ചതായിട്ട് ഒരു നൂറ്റാണ്ടിലേറെ കരുതപ്പെടുകയും പിന്നീട് നമുക്ക് കേരളത്തിലെ ആ ഒരു വനമേഖലയിൽ ഉള്ളതായിട്ട് കണ്ടെത്തിയ ഒരു പക്ഷിയാണ് മാക്കാച്ചിക്കാട എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ കറക്റ്റ് ഇംഗ്ലീഷ് നെയിം എന്ന് പറയുന്നത് സിലോൺ ഫ്രോഗ് മൗത്ത് എന്നാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇംഗ്ലീഷ് പേര്. സിലോൺ ഫ്രോഗ് മൗത്ത്. ഫ്രോഗ് മൗത്ത്. കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലാത്തൊരു പക്ഷിയാണ് ഈ മാക്കാച്ചിക്കാട എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് രാത്രിഞ്ചരനായിട്ടുള്ളൊരു പക്ഷിയാണ് ഈ മാക്കാച്ചിക്കാട എന്ന് പറയുന്നത്. പകലൊന്നും അത്ര നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പക്ഷിയല്ല ഇത്. പിന്നെ അതുകൂടാതെ തന്നെ ഇത് നമുക്ക് പശ്ചിമഘട്ടത്തിൽ ശ്രീലങ്ക, പശ്ചിമഘട്ട മേഖല, അതുകൂടാതെ ശ്രീലങ്ക, ഇവിടെയൊക്കെയാണ് നമുക്ക് ഈ പക്ഷിയെ കാണാനായിട്ട് സാധിക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ കേരളം നോക്കുകയാണെങ്കിൽ തട്ടേക്കാട്, റോസ്മല തുടങ്ങിയ ഏരിയാസുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി തട്ടേക്കാടാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇതിനെ സ്പോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതുകൂടാതെ ഇത് രണ്ട് തരമുണ്ട്. അതായത് ആൺപക്ഷികളിലും പെൺപക്ഷികളും കളറിന് വ്യത്യാസമുണ്ട്. അതായത് ഒരു ചാര കളറും അതുകൂടാതെ ഒരു ചെമ്പൻ കളറൊക്കെയാണ് നമുക്കിത് കാണപ്പെടുന്നത്. ആൺപെൺ വ്യത്യാസങ്ങൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഇവിടെ ഇത് ഓർത്ത് വെക്കുക. വംശനാശ ഭീഷണി സംഭവിച്ചതായിട്ട് നൂറ്റാണ്ടിലേറെ കരുതപ്പെട്ടിട്ട് പിൻകാലത്ത് കേരളത്തിൽ വനത്തിൽ കണ്ടെത്തിയതാണ് മാക്കാച്ചിക്കാട എന്ന് പറയുന്നത്. തട്ടേക്കാട്, റോസ്മല തുടങ്ങിയ ഏരിയാസിൽ നമുക്ക് ഈ വനമേഖലകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി നമുക്ക് പശ്ചിമഘട്ട വനമേഖലകളിലും ശ്രീലങ്കയിലുമാണ് ഇതിനെ സ്പോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് കൂടാതെ ഇതിന്റെ ഇംഗ്ലീഷ് നെയിം എന്ന് പറയുന്നത് സിലോൺ ഫ്രോഗ് മൗത്ത് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് പേര്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കൂടാ. കേരളത്തിൽ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കേരളത്തിലെ ആ ഒരു ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലെ, ഫോറസ്റ്റ് ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത്. അപ്പൊ ഇവിടെ കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരം എന്നാണ് ചോദിക്കുന്നത്. അതായത് കേരള ഫോറസ്റ്റ് ആക്ട് 1961 പ്രകാരമാണ് റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ എന്താണ് ഈ റിസർവ് വനം എന്ന് പറയുന്നത്? അതായത് കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം, അതിലെ വന്യജീവി, അതുകൂടാതെ സസ്യജാലങ്ങൾ, ഇതിനെയൊക്കെ സംരക്ഷിക്കുക എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റിസർവ് വനമായിട്ട് നമ്മൾ ആ ഒരു ഏരിയ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ അതിനെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഫോറസ്റ്റ് ആക്ട് 1961 പ്രകാരമാണ് നമുക്ക് ഈ ഭൂപ്രദേശത്തെ കേരളത്തിലെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം എന്ന് പറയുന്നത് കോന്നിയാണ് ആദ്യത്തെ റിസർവ് വനം. ഇത് പ്രഖ്യാപിക്കപ്പെട്ടത് 1888 ഏറ്റവും കൂടുതൽ റിസർവ് വനം ഉള്ളത് പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ റിസർവ് വനം ഉള്ളത്. ഏറ്റവും കുറവുള്ളത് ആലപ്പുഴയാണ് ഏറ്റവും കുറവ് റിസർവ് വനം ഉള്ളത്. ആലപ്പുഴയിലെ ആ റിസർവ് വനം എന്ന് പറയുന്നത് വിയ്യാപുരം, അതായത് ഹരിപ്പാടാണ് ആദ്യത്തെ ഒരു റിസർവ് വനം. അപ്പൊ ഓർത്ത് വെക്കുക, ഏറ്റവും കൂടുതലുള്ളത് പത്തനംതിട്ടയിലാണ്. ആദ്യത്തെ റിസർവ് വനം എന്ന് പറയുന്നത് കോന്നിയാണ്. 1888 അത് റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇനി ഏറ്റവും കുറവ് റിസർവ് വനം ഉള്ളത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ ഒരു റിസർവ് വനം എന്ന് പറയുന്നത് വിയ്യാപുരമാണ്, ഹരിപ്പാടാണ്
അത് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത ഒരു ജില്ല ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇല്ലാത്ത ജില്ല വരുമ്പോൾ ഏതാണ്? കാസർഗോഡ്. നമുക്ക് മൊത്തത്തിൽ എന്താണ് 18 വന്യജീവി സങ്കേതങ്ങളാണുള്ളത് അല്ലെ. 18 വന്യജീവി സങ്കേതം ആണുള്ളത്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതം ഉള്ളത് ഇടുക്കിയിലാണ് അല്ലെ. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതം ഉള്ളത്. ഇനി ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇടുക്കി വന്യജീവി സങ്കേതം, അതുകൂടാതെ പെരിയാർ വന്യജീവി സങ്കേതം, കുറിഞ്ഞിമല വന്യജീവി സങ്കേതം, ചിന്നാർ. ഇങ്ങനെ മെയിൻ ആയിട്ട് 4 വന്യജീവി സങ്കേതങ്ങളാണ് നമുക്ക് ഇടുക്കിയിൽ നമുക്ക് കാണപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം ഒക്കെ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നെയ്യാർ പേപ്പാറ അല്ലെ. നെയ്യാർ പേപ്പാറയാണ് തിരുവനന്തപുരത്തെ വന്യജീവി സങ്കേതം വരുന്നത്. ഇനി കണ്ണൂര് നോക്കുകയാണെങ്കിൽ ആറളം കൊട്ടിയൂർ. കൊല്ലം നോക്കുകയാണെങ്കിൽ ചെന്തുരുണി. ഇത്രയാണ് നമുക്ക് ഓരോ ജില്ലയിലെയും വന്യജീവി സങ്കേതം. അപ്പൊ നമുക്ക് ഓരോ ജില്ലയിലെയും പഠിക്കണം. ഇതിപ്പോ കണ്ണൂരിലെയും കൊല്ലം, തിരുവനന്തപുരമാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ നമുക്ക് 18 വന്യജീവി സങ്കേതങ്ങളും ഏത് ജില്ലയിലാണ്, കേരളത്തിലെ ഏത് ജില്ലയിലാണെന്നും അതുകൂടാതെ ഇത് സ്ഥാപിതമായ വർഷങ്ങളും കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഇനി അതുകൂടാതെ ഓരോ വന്യജീവി സങ്കേതത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നിവിടെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകേണ്ടതുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ചൂലന്നൂരാണ് കേരളത്തിലെ ഏക മയിൽ സങ്കേതം വരുന്നത്. അതായത് കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്നും AK നീലകണ്ഠൻ സ്മാരക വനം എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ മയിലുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ ഏക മയിൽ സങ്കേതം എന്ന് പറയുന്നത് ചൂലന്നൂരാണ്. അതിന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്നും AK നീലകണ്ഠൻ, അതായത് ഒരു പക്ഷി നിരീക്ഷകനാണ്, കേരളത്തിലെ പക്ഷി നിരീക്ഷകനാണ്. അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു മയിൽ സങ്കേതമാണ് ചൂലന്നൂർ മയിൽ സങ്കേതം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ BFO ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന്റെ 75 ഡേയ്സിന്റെ ഒരു ന്യൂ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് വീക്കിലി ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്, റെക്കോർഡിംഗ് ക്ലാസ്സുകൾ വരുന്നുണ്ട്, PDF നോട്ട്സുകൾ, സിലബസ് ബേസ് ചെയ്ത് ടൈം ടേബിൾ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മളിവിടെ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ 75 ഡേയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ദിവസം കറക്റ്റ് ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്സുകൾ ഒരു മെന്ററിന്റെ സഹായത്തോടുകൂടി മെന്റർ പറയുകയും ആ ഒരു ടോപ്പിക്ക് അന്ന് തന്നെ പഠിച്ചു തീർത്ത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻസുകളും അതുകൂടാതെ ലൈവ് ക്ലാസ്സുകളും നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ലഭ്യമാണ്. വിളിക്കുന്ന കോൺടാക്ട് നമ്പർ എന്ന് പറയുന്നത് 8590202323 ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ സ്വപ്നം അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു പോലീസ് അല്ലെ, അല്ലെങ്കിൽ ഒരു യൂണിഫോം ജോബൊക്കെ ആയിരിക്കും. അപ്പൊ അതിനകത്തേക്ക് അടക്കാനായിട്ടുള്ള ഒരു 75 ഡേയ്സ് ആണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ അതിനായിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഒന്നുകൂടി പറയാൻ മറന്നു പോകരുത്, 8590202323. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1918 അല്ലെ, FAC ആക്ട് എന്ന് പറയും. ഇത് നിലവിൽ വന്നത് ഒക്ടോബർ 25-നാണ് നിലവിൽ വന്നത്. മെയിൻ ആയിട്ട് എന്താണ് വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് എന്ന് പറയുമ്പോൾ കൃഷി ആവശ്യങ്ങൾ, അതുകൂടാതെ കന്നുകാലി മേച്ചിൽ, വാണിജ്യ ആവശ്യങ്ങൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് തടയുക, ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് തടയുക അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുക, ഇതൊക്കെയാണ് നമുക്ക് FAC ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണ അധികാരം, അതായത് വനങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണ അധികാരം, അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് വനവുമായിട്ട് റിലേറ്റ് ചെയ്ത് എടുക്കുന്നതിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാരത്തെ പരിമിതപ്പെടുത്തുക, അതുകൂടാതെ FAC ആക്ടുകൾ ലംഘിച്ചാൽ പിഴ ഈടാക്കുക അല്ലെ. ഇതൊക്കെ നമുക്ക് ഏതിൽ വരുന്നതാണ്? ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിൽ വരുന്നതാണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്തു വയ്ക്കണം. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1918 നിലവിൽ വന്നത് ഒക്ടോബർ 25-നാണ്. അതായത് വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് നിയന്ത്രിക്കുക, അതായത് മറ്റ് വനവുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലാത്ത കുറച്ച് ആവശ്യങ്ങൾ, അതായത് കൃഷി, കന്നുകാലി, വാണിജ്യ പ്രവർത്തനം ഇതൊക്കെ തടയുക എന്നതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി അതുകൂടാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം ഒന്ന് ഉയർത്തുക, മറ്റ് വനവുമായിട്ട് റിലേറ്റ് ചെയ്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ
ത്തിനെ പരിമിതപ്പെടുത്തുക. ഇനി വനഭൂമി കയ്യേറുകയോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ നിയമം ലംഘിക്കുകയോ ചെയ്താൽ പിഴ ഈടാക്കാനായിട്ടുള്ള അധികാരം. ഇതൊക്കെയാണ് നമുക്ക് FAC കൊണ്ട് ഉദ്ദേശിക്കുന്നത്, FAC ആക്ടിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. വന്യജീവി സംരക്ഷണ നിയമം 1972 വേട്ടയെ നിർവചിക്കുന്ന സെക്ഷൻ ഏത് എന്നാണ് ചോദിക്കുന്നത്. വേട്ടയെ നിർവചിക്കുന്ന സെക്ഷൻ 216 ആണ് നമുക്ക് വേട്ടയെ നിർവചിക്കുന്ന സെക്ഷൻ. അതായത് വന്യജീവി സംരക്ഷണ നിയമം, വന്യജീവികളെ സംരക്ഷിക്കുക, അതുകൂടാതെ വനങ്ങളെ സംരക്ഷിക്കുക, അതായത് ദേശീയോദ്യാനങ്ങൾ, ഇതിനെയൊക്കെ എന്താണ് ഒന്ന് സംരക്ഷിക്കുക. ഇതിന് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ 1972 വന്യജീവി സംരക്ഷണ നിയമം വരുന്നത്. ഇവിടെ നമ്മൾ വേട്ടയെ നിരോധിക്കുന്നത്, അതായത് വേട്ടയെ പറ്റി പറയുന്നതാണ് 216. അതായത് ഷെഡ്യൂള് 1, 2, 3, 4, 5 ഇവിടെയാണ്, ഇത്രയിലാണ് നമുക്ക് ഈ വേട്ടയെ പറ്റി ഉള്ള നിർവചനം വരുന്നത്. അതായത് ഇവിടെ നമുക്ക് ഈ വനവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് സംരക്ഷിച്ച് നിർത്തേണ്ട, അല്ലെങ്കിൽ ഇവിടെ വേട്ടയാടാൻ പാടില്ലാത്ത കുറച്ച് മൃഗങ്ങളെയൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈനാമ്പേച്ചി, മരപ്പെട്ടി പോലുള്ള മൃഗങ്ങള്, അതുകൂടാതെ നക്ഷത്രയാമ, ഇതിന്റെ ആ ഒരു വ്യാപാരം, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിരോധിക്കുന്നുണ്ട്. അത് കൂടാതെ ഇവിടെ CWLW, അതായത് CWLW, അതായത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയോട് കൂടി നമുക്ക് ഈ വേട്ടയെ നിയന്ത്രിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് നമുക്ക് ഇപ്പൊ നാട്ടിലിറങ്ങി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉള്ള മൃഗങ്ങളെ നമുക്ക് വേട്ടയാടാനായിട്ടുള്ള അനുമതിയുണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അരിക്കൊമ്പനെയൊക്കെ നാടുകടത്തി, അല്ലെ, നാടുകടത്തൽ. അതുകൂടാതെ ഇപ്പൊ നാട്ടിലിറങ്ങി ശല്യം ഉണ്ടാകുന്ന പുലികളെ വെടിവെക്കാനുള്ള ഓർഡർ, അതുകൂടാതെ അസുഖമായിട്ട് കിടക്കുന്ന ഒരു മറ്റു മൃഗങ്ങള്, കാട്ടിലെ എന്തെങ്കിലുമൊക്കെ അസുഖമായിട്ട് സിവിയർ ആയിട്ടുള്ള കേസിൽ രക്ഷയില്ല എന്ന് കാണുമ്പോൾ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു കൊല്ലാനായിട്ടുള്ള ഒരു ഇതൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് വേട്ടയാടൽ നിരോധിക്കുന്നുണ്ട്. അതാണ് 216. പിന്നെ ഷെഡ്യൂൾ വരുന്നത് 1, 2, 3, 4, 4 നമുക്ക് ഈ വേട്ടയെ പറ്റി നിർവചിക്കുന്നത്. ഇവിടെ നമുക്ക് സംരക്ഷിച്ച് നിർത്തേണ്ട ഒത്തിരി അധികം മൃഗങ്ങളെ അവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് നമുക്കറിയാം ഈനാമ്പേച്ചി, മരപ്പെട്ടി, അതുകൂടാതെ നക്ഷത്രയാമ, അങ്ങനെ ഒത്തിരി അധികം മൃഗങ്ങളെ അവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഓർത്ത് വയ്ക്കണം. അങ്ങനെ വേട്ടയാടൽ നിരോധിച്ച് പൂർണ്ണമായിട്ടല്ല, ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ള മൃഗങ്ങളെ നമുക്ക് CWLWന്റെ അനുമതിയോട് കൂടി നമുക്ക് വേട്ടയാടാനായിട്ടുള്ള അനുമതി അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം, നോട്ടിഫൈഡ് സാങ്ച്വറി അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അതായത് കുമരകം പക്ഷി സങ്കേതമാണ് നോട്ടിഫൈഡ് സാങ്ച്വറി അല്ലാത്തത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം. നമുക്ക് വേമ്പനാട് അല്ലെങ്കിൽ കോട്ടയം, അല്ലെ, വേമ്പനാട് സാങ്ച്വറി എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ കുമരകം പക്ഷി സങ്കേതമാണ്. ഇതിനെ ബേക്കർ എസ്റ്റേറ്റ് എന്ന് കൂടി അറിയപ്പെടും. ബേക്കർ എസ്റ്റേറ്റ് എന്ന് കൂടി അറിയപ്പെടും. ഇനി ഇത് വികസിപ്പിച്ചത് ജോർജ് ആൽഫ്രഡ് ബേക്കർ ആണ് ഇത് വികസിപ്പിച്ചത്. ഇത് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് റിസർവ് വനത്തിന്റെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം 1961 സെക്ഷൻ ഡാഷ് പ്രകാരം ചെയ്യുന്നു. അതായത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 19, അല്ലെ, റിസർവ് വനത്തിന്റെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം 1961 സെക്ഷൻ 19 പ്രകാരം ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം, കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷം എന്നാണ് ചോദിക്കുന്നത്. നിലവിൽ വന്ന 1986 കേരള വൃക്ഷ സംരക്ഷണ നിയമം അവിടെ നിലവിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് NTFP? അതായത് കടുവകളിൽ ഉണ്ടാകുന്ന ഒരു അസുഖം, തടീതര വനോൽപ്പന്നങ്ങൾ, വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സംഘടന. മുകളിൽ പറഞ്ഞതൊന്നുമല്ല. എന്താണ് NTFP എന്നാണ് ചോദിക്കുന്നത്. അതായത് തടീതര വന ഉൽപ്പന്നങ്ങളാണ് ഈ NTFP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡക്ഷൻ. ഇതാണ് NTFP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇത് മാത്രമല്ല, നമുക്ക് ദേശീയോദ്യാനങ്ങള്, വന്യജീവി സങ്കേതങ്ങൾ, ഇന്ത്യയിലെയും കേരളത്തിലെയും വനങ്ങളുടെ പ്രത്യേകതകൾ, റിസർവ് വനം എന്താണ്, സാങ്ച്വറീസ് എന്തൊക്കെയാണ്, അതുകൂടാതെ പക്ഷി സങ്കേതങ്ങൾ, അങ്ങനെ ഒത്തിരി അധികം, ഈ ടൈഗർ റിസർവയർ, അങ്ങനെ ഒത്തിരി അധികം ക്വസ്റ്റ്യൻസുകൾ അവിടെ ഏരിയാസ് അവിടെ പഠിച്ചു പോകാനുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യുക. കോൺടാക്ട് ചെയ്യാൻ നമ്പർ മറക്കരുത്, 8590202323. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.